ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കഴിഞ്ഞ 15 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ തോതിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആദ്യ ക്വാർട്ടറിലെ GDP വളർച്ചാ നിരക്ക് 6.7% ഇടിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രേഖപ്പെടുത്തിയ വളർച്ച 8.2%. അതേപോലെ തന്നെ 2024 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ക്വാർട്ടറിൽ, അതായത് 2023-24 സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയ വളർച്ച 7.8%. അതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു ഇടിവിലേക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ പോയിരിക്കുകയാണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ GDP വളർച്ച ആദ്യ പാദത്തിൽ 6.7% മാത്രമാണ്. ഇതിൻ്റെ കാരണമായി പറയുന്നത് കാർഷിക മേഖലയിലുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള വളർച്ച മുരടിപ്പാണ്. അപ്പോൾ ഈ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയ കാർഷിക മേഖലയുടെ വളർച്ച എത്രയാണെന്ന് അറിയാമോ? കേവലം 2%. അതുപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ അതായത് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ കാർഷിക മേഖല രേഖപ്പെടുത്തിയിരുന്നത് 3.7% വളർച്ചയാണ്. അപ്പോൾ കാർഷിക മേഖലയുടെ തളർച്ച എന്ന് പറയുന്നത് എത്ര ഭീകരമാണെന്ന് നമ്മൾ ആലോചിക്കുക. അതുപോലെ സർവീസ് സെക്ടറിലും ഏറ്റിരിക്കുന്ന കനത്ത ആഘാതമാണ് 15 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കിലേക്ക് ഇന്ത്യ പോയിരിക്കുന്നത്. അതായത് വലിയ തോതിൽ കൊട്ടിഘോഷിച്ചിരുന്ന ഇന്ത്യയുടെ വളർച്ച യഥാർത്ഥത്തിൽ ഇപ്പോൾ വളരെ താഴെ പോയിരിക്കുന്നു. 6.7% എന്ന നിലയിലേക്ക് അത് താണിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.